ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്നേഹക്കൂട് സീരിയലിലെ നാളെ നടക്കാൻ വന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡാണെങ്കിൽ ലക്ഷ്മി പോവാനിരുന്ന ലക്ഷ്മിനെ പൂർണ്ണിമ പറയുന്നുണ്ട്, ലക്ഷ്മി എങ്ങോട്ടേക്ക് പോകാനാണ്, ലക്ഷ്മി എങ്ങോട്ടേക്കും പോകുന്നില്ല, ലക്ഷ്മി ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയേണ്ടത് ഇവിടെ നിന്നാൽ ശരിയാവില്ല, പൂർണിമക്കും അച്ചുക്കും ഹരിക്കും നമ്മുടെ പല്ലവിക്കും അല്ലാതെ വേറെ ആർക്കും ഞാൻ ഇവിടെ നിൽക്കണതിൽ താല്പര്യം ഉണ്ടാവില്ല. ഋതുവിനെയും സേതുവിനെയൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ, അതൊന്നും കാര്യത്തിലെടുക്കണ്ട, അവര് ഒരു സമയത്ത് ലക്ഷ്മിനെ സ്നേഹിച്ചവരാണ് അല്ലെ. ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ അവർക്കത് സഹിക്കാൻ സാധിച്ചില്ല. ഈ സേതുവിന്റെയും ഋതുവിന്റെയും സ്വഭാവം ഏകദേശം ഒരുപോലെ തന്നെയാണ്. രണ്ടുപേർക്കും ദേഷ്യം പെട്ടെന്ന് വരുമെന്നുണ്ടെങ്കിലും സ്നേഹം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പോവത്തുമില്ല. അതിന്റെ ഫലമായിട്ടാണല്ലോ അവളിപ്പോ അനുഭവിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, ലക്ഷ്മി ഇങ്ങോട്ട് വാ. അത് ഞാൻ വന്നാൽ ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ലതേ, എൻ്റെ സഹോദരിയാണ് ലക്ഷ്മി. പറഞ്ഞ ഒരു സംഭവമില്ലേ, അത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാണ്. എൻ്റെ സഹോദരി തന്നെയാണ് ലക്ഷ്മി. ലക്ഷ്മിനെ ഇവിടേക്ക് വിളിക്കണത് ഞാനാണ്, ഈ വീട്ടിലെ കുടുംബനാഥ. ലക്ഷ്മി ഈ വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറാണ് പൂർണ്ണിമ കേട്ടോ. ആ സമയത്ത് ഋതുവും അതുപോലെ തന്നെ അച്ചു ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പൂർണ്ണിമ ലക്ഷ്മിനെയും കൊണ്ടുവരുന്നത്. അമ്മ എന്തിനെ ഇവരെയും കൂട്ടിക്കൊണ്ടുവരുന്നത്, ഇവരിവിടെ നിന്ന് പോയതല്ലേ. മോളെ ഋതു, ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ട് കേട്ടാ മതി. നോക്ക്, ഇപ്പൊ ഞാനിവിടെ ജീവനോടെ ഇല്ലേ, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനേ എനിക്കറിയാം. അഥവാ എനിക്ക് നോക്കാൻ അറിയില്ലെങ്കിൽ സേതു നോക്കിക്കോളും. അതെ, സേതുവേട്ടനും താല്പര്യമൊന്നുമില്ല അമ്മ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നതിൽ. സേതുവേട്ടൻ ഇത് കണ്ടില്ലേ അമ്മ ഇത് എന്ത് ഉദ്ദേശിച്ചായിരുന്നു സേതു ചോദിക്കണ്ട്. മോനെ സേതു, ലക്ഷ്മി നിന്റെ പെറ്റമ്മയാണ്. എനിക്ക് നിന്നെ സമ്മാനിച്ചത് എന്തൊക്കെ പറഞ്ഞാലും ലക്ഷ്മിയാണ്. ശരിയാണ്, ലക്ഷ്മിയുടെ മനസ്സിൽ ചെറിയൊരു തെറ്റിദ്ധാരണ വീണു. ലക്ഷ്മിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്, മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. ചെറിയൊരു തെറ്റിദ്ധാരണ വീണ് കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് അത് മറക്കാനോ പൊറുക്കാനോ സാധിക്കില്ല. അത് ഓരോരുത്തരുടെ സ്വഭാവമല്ലേ. പക്ഷെ എന്ന് വെച്ചിട്ട് നിങ്ങൾ ആരെയും മനസ്സുകൊണ്ട് ലക്ഷ്മിയെ വെറുത്തിട്ടോ പ്രാഗിയിട്ടോ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ലക്ഷ്മിയുടെ മനസ്സ് നന്നായിട്ട് അറിയാം. വരുമ്പോൾ വായിത്തുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും മനസ്സിലൊന്നും തന്നെ ലക്ഷ്മിയുടെ ഇല്ല. നോക്കുമോനെ, ലക്ഷ്മി ഈ വീട്ടിൽ നിൽക്കും, ഈ പാവം പിന്നെ എങ്ങോട്ട് പോവാനാ. ഋതു പറയുന്നുണ്ട്, ഇവർക്ക് ഭർത്താവും ഒരു മോളും ഇല്ലേ, അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ. ഋതു, നീ അറിയാത്ത പോലെ പറയരുത്. നോക്ക്, ഇവര് വേണു സാർ വിളിച്ചോ കൊണ്ടുപോകാനായിട്ട്. വേണു സാർ എപ്പോൾ വിളിക്കുന്നത് അപ്പൊ ലക്ഷ്മി പോവും. അതുവരെ ലക്ഷ്മി ഇവിടെ നിൽക്കും എൻ്റെ കൂടപ്പിറപ്പായിട്ട്. ലക്ഷ്മി ഇവരത്ത് ഒന്നും പറയണ്ട, ലക്ഷ്മി അകത്ത് പോയിക്കോ. ഭക്ഷണം ഞാൻ ഇന്നെന്തായാലും ബേബി ചേച്ചി ഞാനും കൂടി വെച്ചോളാം. ലക്ഷ്മി കുറച്ചേരം റെസ്റ്റ് ചെയ്തോ, അത് ഞാനും കൂടി സഹായിക്കാം. സേതു പറഞ്ഞ വേണ്ട, എനിക്ക് പൂർണിമാമ ഉണ്ടാക്കുന്ന ഫുഡ് മതി, പിന്നെ ബേബി ആന്റി ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് മതി, വേറെ ആരും ഉണ്ടാക്കുന്ന ഫുഡൊന്നും എനിക്ക് വേണ്ട എന്ന് സേതു പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ലക്ഷ്മി വിഷമത്തോടെ അകത്തേക്ക് പോവാട്ടോ. സേതുവിനോട് പൂർണ്ണിമ പറയണ്ട, മോനെ സേതു, നീ ഒന്ന് പതുക്കെ അടങ്ങ്. എനിക്കറിയാം നിന്റെ മനസ്സിൽ അമ്മ എന്ന് വെച്ചാൽ വലിയൊരു സ്ഥാനമായിരുന്നു, അത് പെട്ടെന്ന് ഉടഞ്ഞു പോയതിൻ്റെ ഒരു വിഷമമാണെന്ന്. അമ്മയുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മറ്റുള്ളവരങ്ങനെ പലതും പറയും, പെറ്റമ്മേനെ പോലെ ആവില്ല പോറ്റമ്മ, രണ്ടാനമ്മ പെറ്റമ്മേനെ പോലെ ആവില്ല, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തൊക്കെ പെറ്റമ്മ വന്നെന്ന് പറഞ്ഞാലും, പെറ്റമ്മ എന്തൊക്കെ സ്നേഹം കാണിച്ചെന്ന് പറഞ്ഞാലും, എൻ്റെ മനസ്സിൽ അന്നും ഇന്നും അമ്മയുടെ സ്തമ്മ എന്ന് പറയുമ്പോൾ പൂർണ്ണിമാമ്മയുടെ മുഖം തന്നെ ഓർമ്മ വരുള്ളൂ. ലക്ഷ്മി അമ്മനെ സ്നേഹിക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെയായിരുന്നു മോനെ, എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് പറയണത്, ലക്ഷ്മി ഇവിടെ നിൽക്കട്ടെ മോനെ. നോക്ക്, ലക്ഷ്മിയുടെ മാനസികാവസ്ഥ ഇപ്പൊ ശരിയല്ല. ഈ സമയത്ത് ലക്ഷ്മിനെ എവിടെയെങ്കിലും ഒറ്റക്ക് വിടുന്നതും ശരിയല്ല മോനെ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. നമ്മുടെ പല്ലവി സേതുവിനെ വിളിച്ചോണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. സേതുവേട്ടനെ കൊണ്ട് വാ സേതുവേട്ടാ എന്ന് പറഞ്ഞിട്ട് സേതുവിനെ വിളിച്ചോണ്ട് റൂമിലേക്ക് പോവാട്ടോ. എന്നിട്ട് സേതുവിന്റെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, സേതുവേട്ടാ, എനിക്ക് സേതുവേട്ടന്റെ മനസ്സ് നന്നായിട്ട് അറിയാം, ഏറെ കുറെയൊക്കെ പൂർണ്ണിമാമക്കും അറിയാം. സത്യം പറഞ്ഞ ലക്ഷ്മി അമ്മയടുത്ത് സേതുവേട്ടന് ഇപ്പൊ ദേഷ്യവും വിദ്വേഷവും എല്ലാം കാണിക്കുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ സേതുവേട്ടന് ഇപ്പോഴും അമ്മയടുത്ത് ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ഇല്ലേ. സത്യം പറ, ആ ഒരു ഇഷ്ടവും ആ ഒരു സ്നേഹവും അതെല്ലാം തന്നെയല്ലേ സേതുവേട്ടന് ഇപ്പോൾ ദേഷ്യത്തിൽ കൊണ്ട് കലാശിക്കണത്. അല്ലാതെ സേതുവേട്ടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ലക്ഷ്മി അമ്മയടുത്ത് ഒരു ദേഷ്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ സേതുവേട്ട ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സേതു നമ്മുടെ പല്ലവിനെ ചേർത്ത് പിടിക്കാട്ടോ. പല്ലവി പറയണ്ട്, സേതുവേട്ട ലക്ഷ്മി അമ്മ ഇവിടെ നിന്നോട്ടെ. നോക്ക്, അവർക്കിപ്പോ ആരുമില്ല. ആ സമയത്ത് നമ്മളൊക്കെ വേണ്ടേ കൂടെ ഉണ്ടാവാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധുക്കളാണെന്നോ മകനാണെന്നോ ഇവര് ബന്ധുക്കളാണെന്നോ ഞാൻ മരുമകളാണെന്നോ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ. അവരിവിടെ നിൽക്കട്ടെ. എനിക്ക് ഉറപ്പുണ്ട് വേണു സാറും അതുപോലെ തന്നെ മയൂരിയും ഉടനെ തന്നെ വരും ലക്ഷ്മി അമ്മേനെ കൊണ്ടുപോകാനായിട്ട്. അതിനുശേഷം സേതുവേട്ടനെ പോലെ ഭാഗ്യം ചെയ്ത വേറെ ആരും ഈ ലോകത്തുണ്ടാവില്ല. അതെന്താ, അത് സേതുവേട്ടനെ സ്നേഹിക്കാൻ രണ്ടമ്മമാരുണ്ട്, ഒരുപോലെ സ്നേഹിക്കുന്ന രണ്ടമ്മമാരെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ പോലത്തെ ഒരു സൗഭാഗ്യം ആർക്ക് കിട്ടും? രണ്ടമ്മമാര് വാശിക്കാം മോനെ സ്നേഹിക്കാനായിട്ട്. അത് മാത്രമല്ല എന്നെ സ്നേഹിക്കാനും
സ്നേഹം കൊണ്ട് മൂടാനും ഒരു ഭാര്യയുണ്ട്. ശരി ശരി. അപ്പൊ സേതു പറയണ്ട്, ഇപ്പോ അച്ചുവിനും അതുപോലെ ഋതുവിനും ഒരു ഉടനെ തന്നെ കുഞ്ഞാവും. അച്ചുവിനെയും കുഞ്ഞാവും പോവാണ്. നമുക്കിനി നമ്മുടെ കാര്യമൊക്കെ നോക്കണ്ടേടോ. വേണം. അതിനെക്കുറിച്ച് ഞാനും ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ പല്ലവി പറയാട്ടോ. അങ്ങനെ അവർ കുറച്ച് നാൾ ഭയങ്കര സന്തോഷത്തോടും സമാധാനത്തോടും ഇങ്ങനെ പോണ സമയത്താണ് നമ്മുടെ മാധവൻ നായരുടെ മരണത്തിന്റെ കേസ് തുടരന്വേഷിക്കാൻ വേണ്ടി വലിയൊരു ആള് വരുന്ന കേട്ടോ. അതായത് CID ഏർപ്പാടാക്കണത്. അയാൾക്ക് പറയുന്നുണ്ട്, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ CID ആയിട്ട് അവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി പോകാൻ പാടില്ല. സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിൽ ആരെങ്കിലും പോയി പരിചയപ്പെടണം. അപ്പൊ നമ്മുടെ CID പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് അറിയാം സർ, ഞാൻ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ അറിയാത്ത പോലെ ആ കുടുംബത്തിൽ ആരെങ്കിലൊക്കെ ആയിട്ട് കൂട്ടു ഉണ്ടാക്കാം. പറ്റുമെങ്കിൽ ആ സേതുവിനിട്ട് തന്നെ കൂട്ടുണ്ടാക്കാൻ നോക്കാം. എന്നിട്ട് ആ കുടുംബത്തിലേക്ക് എങ്ങനെയെങ്കിലൊക്കെ ഇടിച്ചു കയറാം. പിന്നീട് അവിടുത്തെ ആൾക്കാരുടെ മനസ്സ് പതുക്കെ പതുക്കെ വായിച്ചെടുത്താൽ നമുക്കൊരെന്ന് മനസ്സിലാവുമല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സാറ് ഇന്നലെ കേസ് ഫയൽ ഇന്നലെ തന്നെ എൻ്റെ കയ്യിൽ തന്നിരുന്നല്ലോ. അത് ഞാൻ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ വായിച്ചു പഠിച്ചു മനസ്സിലാക്കി. ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പാണ് സർ. എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ആ CID പറയണ്ട, പുതിയ CID പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, ഈ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതി ആ വീട്ടിൽ തന്നെയുണ്ട്. ആ വീട്ടിൽ ആരോ ഒരാൾ തന്നെയാണ് യഥാർത്ഥ പ്രതി എന്ന് അതല്ല പുറത്തുനിന്നുള്ള ആരുമല്ല എന്നിങ്ങനെ പറയണം. അത് തനിക്കെന്താ ഇത്ര ഉറപ്പ് എന്ന് കമ്മീഷണർ ചോദിക്കുമ്പോൾ, അതൊക്കെ എനിക്ക് കേസ് വായിച്ചപ്പോൾ മനസ്സിലായി സർ, ഒരുപാട് കേസ് അന്വേഷിച്ചതല്ലേ, അതിൻ്റെ ഒരു ഇതൊരു സിമ്പിൾ കേസായിട്ട് എനിക്ക് തോന്നുന്നത്, പെട്ടെന്ന് തന്നെ നമുക്ക് പ്രതിയുടെ അടുത്ത് എത്താൻ പറ്റും എന്നൊക്കെ പറയാണ്. ശരി, തനിക്ക് എത്രയും പെട്ടെന്ന് അതിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് ഗുഡ് ലക്ക് ഒക്കെ പറഞ്ഞു വിടുവാണ്. നമ്മുടെ പുതിയ CID ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ആ പൊന്നുമടത്തിലേക്ക് ഇടിച്ച് കയറണമല്ലോ. അതിനുശേഷം ആദ്യം മാധവൻ നായരുടെ ഭാര്യ, അതായത് ലക്ഷ്മിനെ വേണമെങ്കിൽ സംശയിക്കാം, അവര് തന്നെ ചതിച്ചുപോയി, തന്റെ മോൻ ഇപ്പൊ പൂർണിമയുടെ കൂടെയാണ്, അതിന്റെ ഒരു ദേഷ്യത്തിൽ അവർ എന്തെങ്കിലും ചെയ്തതായിരിക്കും ആരെങ്കിലും കൊണ്ട്. അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. അവരെപ്പോലത്തെ ഒരു സ്ത്രീക്ക് കൊലപാതകം ചെയ്യാൻ പറ്റുമെന്നില്ല. പിന്നുള്ളത് പൊന്നുമടത്തിൽ ഇട്ട് മൂടാവുന്നത്ര സ്വത്തുക്കളും പണവും ഒക്കെയാണ്. അതിനു വേണ്ടി കൊതിച്ചു നടക്കുന്ന കുറെ പേര് അവരുടെ കൂടെ തന്നെ ഉണ്ട്. എന്തിന്? ആ പൂർണിമയുടെ അനിയൻ, അതായത് പ്രതാപൻ, അയാൾക്ക് ഇതിലൊരു പങ്കുണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ CID എന്ന് പറഞ്ഞ ആള് തീർച്ചയായിട്ടും പ്രതാപന്റെ അടുത്തേക്ക് തന്നെയാണ് ആദ്യ അന്വേഷണത്തിന് പോണത്. കാരണം മാധവനെ ആ ദിവസം വയ്യാതിരിക്കുന്ന ആ ദിവസം ഹോസ്പിറ്റലിലേക്ക് കാറിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പ്രതാപനാണ്. അപ്പോൾ ആ കാറിൽ വെച്ച് എന്ത് നടന്നു, എങ്ങനെ നടന്നു, മാധവൻ നായർക്ക് എപ്പോഴാണ് ഈ അസ്വസ്ഥത വന്നത്, ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്തായിരുന്നു അവസ്ഥ, ഹോസ്പിറ്റലിൽ ഡോക്ടർ ആദ്യം എന്താണ് പറഞ്ഞത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായിരുന്നു, അങ്ങനത്തെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്രതാപനെ തന്നെയാണ് കുടയാൻ വേണ്ടി പോണേട്ടോ. പ്രതാപൻ ആദ്യമൊന്നും ഒന്നും സമ്മതിക്കില്ല. പക്ഷെ പ്രതാപന് രണ്ടടി കൊടുത്ത് അയാൾ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം സമ്മതിച്ചെടുക്കും. പിന്നെ കുറുപ്പ് ഒരു പ്രായമുള്ള ആളായതുകൊണ്ട് ഫസ്റ്റൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കും. പിന്നെ അയാളുടെ കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ പോകും. എന്തായാലും നമ്മുടെ ഈ ഒരു മാധവൻ നായരുടെ കൊലപാതകം അത് അന്വേഷിക്കുന്ന ഭാഗം തന്നെയായിരിക്കും ഇനി 2 ആഴ്ച നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.